ഹായ് എവരി വൺ, എല്ലാവർക്കും കോപ്പറേറ്റീവ് വേ കേരളയ്ക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലേ, കോപ്പറേറ്റീവ് വേ കേരള എന്താണ്? നിലവിലിപ്പം കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ലീഡിങ് ടെലഗ്രാം ചാനലാണ്. അപ്പോൾ നിങ്ങൾക്ക് സഹകരണ മേഖല പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ CSEB, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ PSCയിലായാലും വരുന്ന പരീക്ഷകളെക്കുറിച്ചുള്ള കാര്യമായുള്ള അപ്ഡേറ്റ്സുകൾ നിങ്ങൾക്ക് കൃത്യമായി കിട്ടുന്ന ഒരു ടെലഗ്രാം ചാനലാണ്. അപ്പോൾ ഇന്ന് നിങ്ങളിപ്പോൾ യൂട്യൂബ് സെക്ഷൻ കാണുന്നവർക്ക് ടെലഗ്രാം ചാനൽ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്മുടെ ടെലഗ്രാം ചാനൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. പിന്നെ ടെലഗ്രാം ഇല്ലാത്തവരാണെങ്കിൽ ടെലഗ്രാം ഉടൻ തന്നെ എടുക്കുക. കാരണം നമ്മുടെ അതിനകത്ത് കൃത്യമായ അപ്ഡേറ്റുകൾ, എല്ലാ കാര്യങ്ങളുടെ കറണ്ട് അഫയേഴ്സ് ആവട്ടെ, നിങ്ങൾക്ക് പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളുടെ അപ്ഡേറ്റ്സ് നമ്മൾ കൃത്യമായി എന്ത് ചെയ്യുന്നുണ്ട്, ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഈ പറഞ്ഞ പോലെ ആഴ്ചയിൽ 2 സെക്ഷൻ ഫ്രീ എക്സാംസും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അതെല്ലാം ഇവിടെ നിൽക്കട്ടെ. അപ്പോൾ നമ്മൾ ഇന്നലെ കണ്ടായിരുന്നു, കേരള പബ്ലിക് സർവീസ് കമ്മീഷനിൽ ഒരു പുതിയ നോട്ടീസ്, അല്ലെങ്കിൽ അവർ പറയുന്ന ഒരു പ്രസിദ്ധീകരണം റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കമ്മീഷൻ്റെ ഒരു യോഗ തീരുമാനമായിരുന്നു. അതിനകത്ത് നമുക്ക് പ്രധാനപ്പെട്ട സന്തോഷം ഉണ്ടാക്കുന്ന 1-2 പരീക്ഷകളെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ ഈ പറഞ്ഞ പോലെ കേരള ബാങ്ക് കഴിഞ്ഞതിന് ശേഷം PSCയിൽ വിളിക്കുന്ന ഏറ്റവും നല്ല 2 പരീക്ഷകളാണ്. കോർപ്പറേഷൻ ഫീൽഡിൽ നിൽക്കുന്ന 2 നല്ല പരീക്ഷകളാണിത്. ഒന്നെന്ന് പറഞ്ഞാൽ, ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ചോദിച്ചിട്ടുണ്ടായിരുന്നൊരു പരീക്ഷയാണ്, എന്നാണ് നമ്മുടെ ഖാദി ബോർഡിൻ്റെ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ പരീക്ഷ. അതിന് ഏകദേശം തീരുമാനമായിട്ടുണ്ട്. അതാണ് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡിൻ്റെ പരീക്ഷ നടത്തുവാൻ, ജനറൽ റിക്രൂട്ട്മെൻറ്റ് എക്സാം നടത്തുവാൻ സംസ്ഥാന തലത്തിൽ തീരുമാനമായിട്ടുണ്ട്. അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് KCRDB അസിസ്റ്റൻറ്റിൻ്റെ പോസ്റ്റിൻ്റെ കാര്യവും ഏകദേശം തീരുമാനമായിട്ടുണ്ട്. അപ്പം ഉടൻ തന്നെ 2026 തന്നെ നമുക്ക് ഈ പരീക്ഷ പ്രതീക്ഷിക്കാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിനോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട വേറെ 2 PSC ജനറൽ പരീക്ഷകളൊക്കെ പ്രഖ്യാപിക്കുകയുണ്ടായി. കണ്ടില്ലേ, നമുക്ക് ഈ പറഞ്ഞ പോലെ കമ്പനി ബോർഡിൻ്റെ എക്സാംസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനോടൊപ്പം തന്നെ നമുക്കിതും കാണും. ഏകദേശം നമുക്ക് 2026 ജനുവരിയിലെ കലണ്ടറിൽ അറിയാൻ സാധിക്കും. നമ്മളിപ്പോൾ വന്നേക്കുന്ന ഒരു യോഗ തീരുമാനം വെച്ച് നമുക്കൊരു 6 മാസം മനസ്സിൽ കാണാം. ഓക്കെ, അപ്പോൾ എന്തായാലും അതിൻ്റെയൊക്കെ കാര്യങ്ങൾ, എന്നായിരിക്കും എക്സാം നോട്ടിഫിക്കേഷൻസ്, അതിൻ്റെ സിലബസ് എന്തൊക്കെയാണ്, ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉടനെ തന്നെ, നിങ്ങളൊന്നുമില്ല, ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. അപ്ഡേറ്റ്സ് വരുമ്പോൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കുക. നമ്മൾ അതിനകത്ത് എല്ലാ ഫയലും കാര്യങ്ങളെല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, എനിവേ നമുക്ക് നോക്കാം. അപ്പം നിങ്ങൾക്ക് ഒരുപാട് പേർക്കുള്ള സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, KCRDB അസിസ്റ്റൻറ്റ് എന്ന് പറയുന്ന പരീക്ഷ അവസാനം നടന്നത് എന്നാണ്, അതിൻ്റെ മെയിൻ ലിസ്റ്റിൽ എത്ര പേരുണ്ടായിരുന്നു, വേക്കൻസി, കട്ട് ഓഫ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയാനായിട്ടാണ് പ്രധാനമായിട്ട് ഇന്ന് ഈ സെക്ഷൻ ചെയ്യുന്നത്. അപ്പം നമുക്കറിയാം, KCRDB പരീക്ഷയിൽ 2019 വിളിച്ചേക്കുന്ന നോട്ടിഫിക്കേഷൻ്റെ മെയിൻ ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് 2022 2022 ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ, അന്ന് നിലവിലെ പരീക്ഷ വിളിക്കുന്ന സമയത്ത് ഏകദേശം 14 വേക്കൻസികളായിരുന്നു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ 14 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും ഏകദേശം അഡ്വൈസ് പോയിട്ടുള്ളത് ഏകദേശം 74 ആളുകൾക്കാണ്. ആകെ മൊത്തം ലിസ്റ്റിനകത്ത് ഉൾപ്പെട്ടിരുന്നവരുടെ എണ്ണം എന്ന് പറയുന്നത്, മുഴുവൻ ലിസ്റ്റിനകത്ത് ഉൾപ്പെട്ടിരുന്നവരുടെ എണ്ണം എന്ന് പറയുന്നത് 86 ആണ്. അതായത് സംസ്ഥാന തലത്തിൽ നടന്ന പരീക്ഷയിൽ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ എണ്ണം 86 ആയിരുന്നു. ഓക്കെ, അഡ്വൈസ് പോയിട്ടുള്ളത് ഏകദേശം 74 പേർക്കാണ്. ഓക്കെ, അതാണ് KCRDB അസിസ്റ്റൻറ്റിനെ കുറിച്ച് പറയാനുള്ളത്. നമുക്ക് KCRDB അസിസ്റ്റൻ്റ് നോക്കുമ്പോൾ അറിയാം, കണ്ടോ, ടോട്ടൽ അഡ്വൈസ് പോയിട്ടുള്ളത് 74 പേർക്കാണ്. 74 പേർക്ക് ടോട്ടൽ അഡ്വൈസ്. അവസാനമായി അഡ്വൈസ് പോയത് 15/7/2025 OC എന്ന് പറയുന്നത് 42. SC/STക്കകത്ത് പറയുന്നുണ്ട്, SCയിൽ 4 റാങ്ക് 4, STയിൽ റാങ്ക് 3 സപ്ലിമെൻ്ററിയിലാണ് പോയിരിക്കുന്നത്. 2 സപ്ലിമെൻ്ററിയിലാണ് റാങ്ക് 4, STയിലാണെങ്കിൽ സപ്ലിമെൻ്ററിയിൽ 3 പോയിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ OBC 43 പേരാണ്. അതുപോലെ തന്നെ മറ്റു റിസർവേഷൻ വരുന്ന കാറ്റഗറീസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു KCRDB അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന നല്ലൊരു എക്സാമാണ്. കാരണം വെച്ചാൽ ഇതിൻ്റെ ബേസിക് പേ സ്കെയിലും കാര്യങ്ങളൊക്കെ പഴയ 2019 നോട്ടിഫിക്കേഷൻസ് നിങ്ങൾ എടുത്ത് നോക്കിയാൽ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 16,580 എന്ന് പറയുന്ന ബേസിക് പേ മുതൽ 55,505 എന്നുള്ള രീതിയിലുള്ള ബേസിക് പേ ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ബേസിക് പേ ഒക്കെ മാറി പുതിയ എൻട്രി ലെവൽ എന്നൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ ചുരുങ്ങിയത് 23,000 രൂപയോളൊക്കെയാണ് ഇപ്പോഴത്തെ ബേസിക് പേ എന്ന് പറയുന്നത്. പിന്നെ കോർപ്പറേഷൻ ആണോ, മുനിസിപ്പാലിറ്റി ആണോ, പഞ്ചായത്തിലാണോ പോസ്റ്റിംഗ് ഒക്കെ നോക്കി അവിടുത്തെ HRAയും DA ഇപ്പോൾ നിലവിൽ 18% ആണെങ്കിലും DAയുടെ മറ്റു കാര്യങ്ങളൊക്കെ വ്യത്യാസം. ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ്, ഒരുപാട് പേര് കഴിഞ്ഞ വില്ലേജ് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ കിട്ടിയിട്ട് അല്ലെങ്കിൽ കിട്ടാതെ ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന ഒരു പോസ്റ്റാണ്. കാരണം വെച്ചാൽ ഇതിന് തൊട്ട് മുന്നേ നടന്ന പരീക്ഷ, ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ പരീക്ഷയിൽ ആ ലിസ്റ്റിൽ ഏകദേശം ഉൾപ്പെട്ടവരുടെ എണ്ണം
മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ എണ്ണം 72 പേരാണെന്ന് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടുന്നത് കേട്ടോ. 72 പേര് ഏകദേശം ആ മെയിൻ ലിസ്റ്റിൽ, ഈ പറഞ്ഞ പോലെ മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. 72 പേരോളം മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. അന്നത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഏകദേശം 74.67 ആയിരുന്നു അന്നത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. ഏകദേശം അന്ന് ടോട്ടൽ അഡ്വൈസ്, അതായത് 72 പേർ ഉൾപ്പെട്ടതിൽ ടോട്ടൽ അഡ്വൈസ് പോയിട്ടുള്ളവർക്ക് നമുക്കറിയാം. ടോട്ടൽ അഡ്വൈസ് 58 പേർക്കാണ് ടോട്ടൽ അഡ്വൈസ് ഇവിടെ പോയിട്ടുള്ളത്. അത് 3/4/2025 അവസാനമായിട്ട് അഡ്വൈസ് പോയിട്ടുള്ളത്. മൊത്തം 58 പേർക്ക്. അപ്പോൾ 72 പേര് ഉൾപ്പെട്ട മെയിൻ ലിസ്റ്റിൽ 58 പേർക്കോളം എന്ത് ചെയ്തിട്ടുണ്ട്, ടോട്ടൽ അഡ്വൈസ് പോയിട്ടുണ്ട്. ഓക്കെ, ഏകദേശം ഇതിൻ്റെ സാലറി സ്കെയിൽ എന്ന് പറയുന്നത് 27,800 ബേസിക് പേ കിടക്കുന്നത്. 27,800, 59,400 അന്നത്തെ ബേസിക് പേ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഇനിയും വ്യത്യാസം വരും. ഓക്കെ, അപ്പോൾ നല്ല സാലറി സ്കെയിലാണ് ആ സമയത്ത്. ഈ പറഞ്ഞ പോലെ സാലറി സ്കെയിൽ, അപ്പോഴത്തെ സാലറി സ്കെയിൽ വെച്ച് നോക്കുമ്പോൾ 2022 DOA ഉള്ളതാണ്. അപ്പം അവർ സാലറി സ്കെയിലൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇനിയും അടുത്ത പരിഷ്കരണം വരുമ്പോൾ ഇനിയും സാലറി സ്കെയിൽ വ്യത്യാസം വരും. നല്ലൊരു പോസ്റ്റാണ് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ, ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡിൽ നല്ലൊരു പോസ്റ്റാണ്. അപ്പോൾ ഇതും നല്ലൊരു ജോലി സാധ്യതയുള്ളതാണ്. അത്യാവശ്യം നന്നായിട്ട് പഠിക്കുകയും തയ്യാറെടുക്കുകയും, ഇപ്പോൾ കേരള ബാങ്കിന് പഠിച്ചിട്ടും അല്ലെങ്കിൽ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ പഠിച്ചിട്ട് എന്തെങ്കിലും ചെറിയ അശ്രദ്ധ കുറവുകൊണ്ട് കിട്ടാതെ പോയവർക്ക് അടുത്ത തവണ എഴുതിയെടുക്കാൻ പറ്റുന്ന ആദ്യ റാങ്കുകളിൽ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ജോലി കിട്ടാൻ സാധ്യതയുള്ള നല്ലൊരു പോസ്റ്റാണ് കേട്ടോ ഇത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ OC എന്ന് പറയുന്നത് നിലവിലുണ്ടല്ലോ, OC 40 OC എന്ന് പറയുന്നത്. അതിൻ്റെ സപ്ലിമെൻ്ററി SC ST സപ്ലിമെൻ്ററി 3-4 റാങ്കുകൾക്കാണ് പോയേക്കുന്നത്. ഓക്കെ, അപ്പോൾ നല്ലത്. അതുപോലെ തന്നെ മറ്റ് റിസർവേഷൻസും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ജോലി സാധ്യതയുള്ളൊരു പോസ്റ്റാണ് ഏത്, ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ടോട്ടൽ അഡ്വൈസ് 58. ഓക്കെ, കട്ട് ഓഫ് ഞാൻ പറഞ്ഞു തരുന്നത് 74.67 ഇതിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള നോട്ടിഫിക്കേഷൻസ് അല്ലെങ്കിൽ ഇതിൻ്റെ സിലബസ്, ഇപ്പം ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിൻ്റെ സിലബസ് എന്ന് പറയുമ്പോൾ തൊട്ട് ഇപ്പം നമ്മൾ ലാസ്റ്റ് എഴുതിയ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിന് അതേ സിലബസ് തന്നെ ആയിരിക്കും ഈ പരീക്ഷയ്ക്ക് വരാൻ സാധ്യത. അപ്പോൾ ഇതിനുള്ളിൽ മാറ്റമൊന്നുമില്ല. ആ പരീക്ഷയ്ക്ക് തയ്യാറെടുത്തവർ നല്ല കട്ടയ്ക്ക് പിടിച്ച, അല്ലെങ്കിൽ കേരള ബാങ്കിൻ്റെ പരീക്ഷയ്ക്ക് പഠിച്ചവർ ഒരേപോലെ പിടിച്ചുകൊണ്ട് വന്നാൽ മതി. 6-7 മാസം കൊണ്ട് നല്ല രീതിയിൽ പ്രിപ്പറേഷൻ ചെയ്ത് ഈ എക്സാം എഴുതിയെടുത്ത് ആദ്യത്തെ റാങ്കുകളിൽ വന്ന് നല്ല സാലറി സ്കെയിലോടുകൂടി ജോലിക്ക് കയറാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ KCRDB. അപ്പം കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ, കൃത്യമായ നോട്ടിഫിക്കേഷൻസും മറ്റു വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് ഞാൻ പറഞ്ഞിരുന്ന പോലെ നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. കോപ്പറേറ്റീവ് വേ കേരള എന്ന സ്പേസില്ലാതെ നിങ്ങൾ എന്ത് ചെയ്യുക, സെർച്ച് ചെയ്യുക, ജോയിൻ ചെയ്യുക. ഇനി അങ്ങനെ ഇല്ലാത്തവർക്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഇതിൻ്റെ ലിങ്ക് ഉണ്ടായിരിക്കും, ലിങ്കിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പം ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് അപ്ഡേഷൻസ് ഞങ്ങൾ ഉടനെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. താങ്ക് യു.